കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പനിയും ചുമയൊക്കെ വന്നിട്ട് മാറാതെ നിൽക്കുന്നുണ്ടോ? കുഞ്ഞു കുട്ടികൾക്കും വലിയ ആളുകൾക്കും നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ 3 നാച്ചുറൽ ടിപ്പ് പറഞ്ഞു തരട്ടെ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ പനി വരുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വേറെ 2 ടിപ്പും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ പനിക്കൂർക്കയുടെ ഇലയില്ലേ, ഈ പനിക്കൂർക്കയുടെ ഇല അതുപോലെ ഒരു 2 എണ്ണം പറിച്ചെടുക്കണേ. എന്നിട്ടുണ്ടല്ലോ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാക്കാനായിട്ട് എളുപ്പത്തിന് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഈ പനിക്കൂർക്കയുടെ മുകളിൽ കുറച്ച് വിക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് പാനിലേക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ഇല ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഇല വയ്ക്കുമ്പോൾ തന്നെ ഒന്ന് വാടി വരും. ഈ വാടി വരുന്നുണ്ടല്ലോ, നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ പനി വന്നിട്ട് മാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ വാടി വരും. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് കുട്ടികളുടെയൊക്കെയും ആണെങ്കിലും വലിയവരുടെയൊക്കെ ആണെങ്കിലും കാൽപാദത്തിൻ്റെ ഉള്ളംകാലില്ലേ, ഉള്ളംകാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പനി പെട്ടെന്ന് വിടും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ നമ്മുടെ കണ്ണിലും കാലിലിങ്ങനെ വച്ച് കൊടുക്കാം. ഇതെൻ്റെ ഇക്കക്കയുടെ കാലാട്ടോ, പനിയായിട്ട് വിറച്ച് കിടക്കുക. അപ്പം ഞാൻ വച്ച് കൊടുത്താൽ 2-3 ദിവസമായിട്ട് പനിയുടെ ടിപ്പായിട്ടോണ്ടിരിക്കണേ. അപ്പോൾ പിന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലിൻ്റെ ഉള്ളംകാലിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതുണ്ടല്ലോ കുട്ടികളുടെ കക്ഷത്തിൻ്റെ ഭാഗത്ത്, ചെറിയ കുട്ടികളുടെയൊക്കെ കക്ഷത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നെഞ്ചിൽ കഫൊക്കെ ഉണ്ടെങ്കിൽ ഇളകും, ചുമയൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് എളുപ്പമാണ്. പിന്നെ അമ്മമാർക്ക് മുട്ടുവേദന നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വിക്സ് തൂത്തിട്ട് മുട്ടിൻ്റെ ഒക്കെ മുകളിലും വേദനയുള്ള ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നീർക്കെട്ടും നീരും വേദന മാറും കേട്ടോ. അപ്പോൾ അത് ടിപ്പാണ്. ഇനി 2ാമത്തെ ടിപ്പ് പറഞ്ഞു കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക കേട്ടോ. ഈ ഇഞ്ചി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചതച്ച് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയില്ലേ, പനിക്കൂർക്കയുടെ ഇല ഒരു 2-3 പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും വെള്ളമാണോ തിളപ്പിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാക്കിയിടുവാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കാൻ നിൽക്കുകയും വേണ്ട. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ടൈമൊക്കെ ആയിട്ട് കുറച്ച് വീതം നമുക്ക് ചൂടിനെ തന്നെ കുടിക്കുകയും ചെയ്യാം. കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. പിന്നെ പ്രായമായ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉള്ള വീടുകളിൽ ഈ ആസ്മയും വലിവൊക്കെ ഉള്ളവർക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. വേറെ ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണ്ട. നമ്മുടെ ഇഞ്ചി പനിക്കൂർക്കയുടെ ഇല മാത്രം മതി. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് 1.5 1 കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് കഴിയുമ്പം ഇഞ്ചിയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ വാടി വരും. ഇങ്ങനത്തെ ഒരു കോഫി കളർ വെള്ളം കിട്ടും. ഈ വെള്ളത്തിൽ ആവി പിടിക്കാൻ നല്ല കേട്ടോ. മൂക്ക് കടഞ്ഞിരിക്കുകയാണെങ്കിൽ തുറക്കും, നമുക്ക് കുടിക്കാനെടുക്കുകയും ചെയ്യാം, ഒന്ന് ആവി കൊള്ളുകയും ചെയ്യാം. തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കിടക്കും. അപ്പം തലവേദനയും പനിയും ചുമയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വീതം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് പല ടൈമിലായിട്ട് ചൂടനെ തന്നെ കുടിക്കുകയാണെങ്കിൽ ജലദോഷം മാറും, പനി മാറും, നീർക്കെട്ട് മാറാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് അര ഗ്ലാസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഈ 3ാമത്തെ ടിപ്പ് പറഞ്ഞിട്ടെ, ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇതാണേ. 2 ചുവന്നുള്ളി എടുക്കാം കേട്ടോ. ഒരുപാട് ചുവന്നുള്ളി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതനുസരിച്ച് ചുവന്നുള്ളി എടുത്തോട്ടോ. ഞാനിപ്പോൾ 2-3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 8-10 കുരുമുളക് കൂടെ ഇട്ടിട്ട് ഇതുപോലെ ആദ്യമേ തന്നെ കുരുമുളക് ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്തതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് കൽക്കണ്ടം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്നാ കഫം ഇളകാൻ നല്ലതാണ്. അപ്പം ഇത് പനങ്കൽക്കണ്ട കേട്ടോ. അപ്പം ആയുർവേദ ഷോപ്പിലൊക്കെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ പനങ്കൽക്കണ്ട വാങ്ങാൻ കിട്ടും. കുട്ടികൾക്ക് നല്ലതാണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നല്ല ശ്വാസകോശത്തിൽ ഇങ്ങനെ കഫം കെട്ടി നിൽക്കുന്നത് ഇളകാനായിട്ട് നല്ലതാണ്. അപ്പം കുറുക്കലൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്, അന്നേരം ഇത് കൊടുക്കാൻ നല്ലതാണ്. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് ആ കുരുമുളക് പൊടിച്ചതിൻ്റെ മുകളിലേക്ക് എന്നിട്ടിട്ട് ഇങ്ങനെ ചതച്ച് പൊടിച്ചെടുക്കുക. അതിങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളിയും കൂടെ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക. ചുക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ആ കൂട്ടത്തിലേക്ക് ചുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കണം എന്നില്ല, ചുക്കുള്ളവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിൽ 1-2 കൂടെ ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇടിച്ച് ചതച്ച് ചമ്മന്തി പോലെ പരുവത്തിലാക്കിയെടുക്കാം. ഈ ചമ്മന്തി പരുവത്തിലാക്കിയെടുത്തത് നമ്മളിതുപോലെ ഇപ്പം തന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മൾ തിന്ന് തീർക്കണ്ട. പല തവണയായിട്ട് നമ്മളിങ്ങനെ കുറച്ച് വീതം കയ്യിലെടുത്തിട്ട് നക്കിക്കൊണ്ട് നടന്ന് തീർക്കുകയാണെങ്കിൽ നമ്മുടെ നെഞ്ചിലെ കഫം ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കടക്കും. നല്ല ടേസ്റ്റുമാണ്, ചെറിയൊരു എരിവുണ്ട്, പുളിപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഈ 3 ടിപ്പും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നുള്ളൂ, സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പം നാച്ചുറലായിട്ടുള്ള തന്നെയാണ്. അപ്പം ചെറിയ പനിയൊക്കെ ചുമയൊക്കെ വരുമ്പോഴത്തേക്കും ഓടിപ്പോയി കഫ് സിറപ്പ് കഴിക്കാണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. കൂടുതലായിട്ട് ഹെയർ കെയർ ടിപ്സും ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് തന്നെ ഹോം റെമഡി ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ വരും. പിന്നെ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസും വരാറുണ്ട്. എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയും ഷെയർ ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ.